സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലെത്താനിരിക്കെ ഇന്ന് നിശബ്ദ പ്രചാരണം. വോട്ടർമാരെ നേരിൽ കണ്ട് അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലായിരിക്കും ഇന്ന് സ്ഥാനാർത്ഥികൾ. ഇതിനിടെ വിവിധ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് നടക്കും. അതത് മണ്ഡലങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള വിതരണ കേന്ദ്രങ്ങളിൽ രാവിലെ 8 മണി മുതലാണ് വിതരണം ആരംഭിക്കുക. ഇന്നലെ വലിയ തലത്തിൽ കൊട്ടിക്കലാശം, അതിന്റെ ആവേശത്തിലായിരുന്നു മുന്നണികളും പ്രവർത്തകരും എല്ലാം തന്നെയും. മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് വിവിധ പാർട്ടികളിൽ നിന്ന്, പ്രത്യേകിച്ച് CPM നിന്ന് വിമതരടക്കം മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, കോൺഗ്രസിലും വിമതർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അത്തരത്തിൽ എല്ലാം കൊണ്ടും ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടവും നിശബ്ദ പ്രചരണ ദിവസമായി ഇന്ന് ഓരോ വോട്ടും തങ്ങളുടെ പെട്ടിയിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ മുന്നണികളും ഇപ്പോൾ മുന്നിട്ട് ഇറങ്ങുന്നത്. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ നേരിൽ കാണുകയും വിവിധ സാമുദായിക മത മേലധ്യക്ഷന്മാരെയൊക്കെ കാണുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇന്ന് പ്രധാനമായും സ്ഥാനാർത്ഥികൾക്കുള്ളത്. മലബാറിന്റെ വിവിധ മേഖലകളിൽ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ പങ്കെടുത്ത് ക്യാമ്പയിൻ ചെയ്ത് ചുമതലകൾ നൽകിയായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. അത് കോൺഗ്രസിലും ഒപ്പം തന്നെ NDAയിലും അടക്കം നമ്മൾ കണ്ടതാണ്. വിവിധ നേതാക്കൾ വന്ന് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഓരോ മണ്ഡലങ്ങളുടെയും ചുമതല നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രചാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും പെട്ടിയിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് മുന്നണികൾ മുന്നിട്ടിറങ്ങുന്നത്. നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് രാവിലെ 8 മണി മുതൽ മലബാറിലെ വിവിധ മേഖലകളിൽ, വിവിധ സ്കൂളുകളിൽ ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇതിൽ ചെറിയൊരു ഉദ്യോഗസ്ഥർക്കിടയിൽ ചെറിയൊരു ആശങ്ക വന്നിട്ടത് അത് കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ ഇതുവരെയും പല സ്ഥലങ്ങളിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. അതായത് ആ സ്ലിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പലരുടെയും കയ്യിൽ കിട്ടിയിട്ടില്ല, ലഭ്യമായിട്ടില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ കളക്ടറോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ കളക്ടർ പറഞ്ഞത്. ഇന്ന് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കായിട്ട് പോവുകയാണ്. അപ്പോൾ 8-ാം തീയതി എല്ലാവർക്കും പരമാവധി വോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ പറഞ്ഞത്. ഈ സർവീസ് സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കിടെ പലർക്കും വോട്ട് ചെയ്യാൻ പറ്റാത്തതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി സർവീസ് സംഘടനകളും രംഗത്തെത്തിയിരുന്നു. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് മലബാർ മേഖല.